ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ച് ഒരു മാസത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങളിലേക്ക് കിടക്കാണ്. ഇന്ന് രാത്രി നിങ്ങളോട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ അവൈലബിലിറ്റിയെക്കുറിച്ചാണ്. അവൈലബിലിറ്റി എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാൻ വേണ്ടി ഇതാ ഞാനെന്ന് പറഞ്ഞ് ഒന്ന് വിട്ടുകൊടുക്കാൻ കർത്താവിന് അവൈലബിൾ ആയിരിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, നമുക്ക് ദൈവവിളി, പലതരത്തിലുള്ള ദൈവവിളിയെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഇപ്പോൾ എനിക്ക് ഒരു വൈദികനാവാനുള്ള ദൈവവിളി, നിങ്ങൾക്ക് കുടുംബജീവിതം നയിക്കാൻ, സന്യസ്ത ജീവിതം, ഏകസ്വ ജീവിതം ഒക്കെ നയിക്കാൻ ബേസിക്കലി പൗലോസിലെയൊക്കെ പറയുന്ന പോലെ ഏത് വിളിയാണേലും വിശുദ്ധിയിലേക്കുള്ള ഒരു ദൈവവിളി നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ആ ഒരു വിശുദ്ധിയിലേക്കുള്ള കുറിച്ചല്ല പറയണത്. പകരം ഇപ്പോൾ എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ്, എനിക്ക് ദൈവവിളി കിട്ടിയില്ലേ, അതെങ്ങനെ കിട്ടി, എങ്ങനെ അത് പരിപോഷിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ എൻ്റെ ലൈഫ് തിരിഞ്ഞു നോക്കുമ്പോൾ ചിന്തിക്കുന്ന ഒറ്റ കാര്യമുണ്ട്. ദൈവമേ, ശരിക്കും എന്നിൽ എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ്, ഇല്ലെങ്കിൽ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടിട്ടാണ് കർത്താവ് എന്നെ വിളിച്ചത് എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരവില്ല. പക്ഷെ എൻ്റെ മുമ്പിൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒറ്റ ഉത്തരവേ ഉള്ളൂ: ഐ വാസ് അവൈലബിൾ. കർത്താവ് വിളിച്ചപ്പോൾ യെസ് പറയാൻ വേണ്ടിയിട്ട് റെഡിയായി. പൂർണ്ണമായൊരു ബോധ്യത്തോടെയാണോ അറിയില്ല. നാളെ എന്താ ചെയ്യാൻ പോകുന്നതിനുള്ള പ്ലാനുകളോടെ, പദ്ധതികളോടെയാണോ? അല്ല. ഇനി വരാൻ പോകുന്ന സ്ട്രഗിളുകളെയൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടി റെഡിയാണോ? അങ്ങനെ അത്ര വലിയ മനക്കട്ടിയോടുകൂടി ഒന്നുമുള്ള യെസ് ആയിരുന്നില്ല. പക്ഷേ ഐ വാസ് അവൈലബിൾ. ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ വിട്ടുകൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ വൈദിക ജീവിതത്തെ പിന്നോട്ടൊന്ന് ചിന്തിച്ചാൽ, എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ചിന്തിച്ചാൽ എനിക്ക് ഇത്രേ പറയാറുള്ളൂ. ഇപ്പോൾ വൈദിക വിദ്യാർത്ഥികളാവാൻ ആഗ്രഹിക്കുന്നവർ, മടത്തി പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ ഒക്കെ എൻ്റെ അടുത്ത് വരുമ്പോൾ, ഇപ്പോൾ ധ്യാനകേന്ദ്രത്തിലായാലും അല്ലാണ്ട് പബ്ലിക്കിലൊക്കെ കാണുന്ന സമയത്ത് ഈ ദൈവവിളിയെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറുള്ള ഒറ്റ ഒരു കാര്യം ഇതാണ്: ബി അവൈലബിൾ. കർത്താവ് വിളിക്കുമ്പോൾ റെഡി ആയിരിക്കുക. പിന്നെ എനിക്കെന്ത് കഴിവുണ്ട്, എനിക്കെന്ത് ഇതുണ്ട്, ഒന്നും നോക്കണ്ട. റെഡി ആയിരിക്കുക എന്നുള്ള, അവൈലബിൾ ആയിരിക്കുക എന്നുള്ളതാണ് അനുഗ്രഹത്തിൻ്റെ അടയാളം, അല്ലെങ്കിൽ ആ ദൈവവിളിയുടെ ഏറ്റവും വലിയ അടയാളം. ഈ പരിശുദ്ധ അമ്മയെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴേ നമുക്ക് നോക്കാം, ഒരു മറിയത്തെക്കുറിച്ച് അത്ര വലിയ ഡീറ്റെയിൽസ് ഒന്നും ബൈബിളിൽ നമ്മൾ കാണുന്നില്ലേ? ഒരു സാധാരണ പെങ്കൊച്ച്, വലിയ ഫേമസ് അല്ല, വലിയ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും അത്ര വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഈ ദൈവം വിളിച്ച സമയത്ത് ഞാനിതാ റെഡിയാണെന്ന് പറഞ്ഞ് അവൈലബിൾ ആയിരുന്നു പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എന്ത് ദൈവവിളിയാണേലും, ഇപ്പോൾ കുടുംബജീവിതം നയിക്കുകയാണ്, നിങ്ങൾ ജോലിയിലാണ്, പഠനത്തിലാണ്, നിങ്ങൾ എന്ത് സ്റ്റാറ്റസിലാണേലും, എന്ത് ജീവിത രീതി നിങ്ങൾ തിരഞ്ഞെടുത്താലും, ഏറ്റവും മെയിനായിട്ട് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ ഒരു വിളി നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. അതാണ് പൗലോസ്ലീഹ പറഞ്ഞത്, അവിടെ ഈശോയുടെ സ്വന്തമായി ജീവിക്കാനും വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ഒരു വിളി എനിക്കും നിങ്ങൾക്കും, നമ്മുടെ പ്രായമോ നമ്മുടെ പ്രൊഫഷനോ വ്യത്യാസമോ ഇല്ലാതെ നമുക്കെല്ലാവർക്കും, ഈശോയെ സ്നേഹിക്കുന്ന, വചനം ശ്രവിക്കുന്ന നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു വിളി കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? കർത്താവെ, എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുമോ? പേടിച്ച് നിൽക്കരുത്, അങ്ങനെ ഒരു സംശയത്തോടെ നിൽക്കരുത്. കർത്താവെ, നീ പറയുന്നത് പോലെയൊക്കെ എനിക്ക് എൻ്റെ ഈ ജോലി സ്ഥലത്ത്, ഈ ഹോസ്റ്റലിൽ, ഈ സ്ഥലത്തൊക്കെ എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ഒരു സംശയവും ഒരു ചോദ്യവും ഇല്ലാതെ ഞാനിതാ റെഡിയാണെന്ന് പറഞ്ഞ് അവൈലബിൾ ആയിട്ട് നിൽക്കുക. നിങ്ങൾക്ക് ചിലപ്പം ഒന്നും കയ്യിൽ നിന്ന് ഈശോയ്ക്ക് കൊടുക്കാനുണ്ടാവില്ല. കർത്താവെ, എന്നെ നീ വിളിച്ചിട്ട് എനിക്കൊന്നും തരാനുണ്ടാവില്ല എന്ന് തന്നെയായിരിക്കും പറയാനുള്ളത്. പക്ഷേ അവൈലബിൾ ആണോ? കർത്താവ് നിങ്ങളെ എടുത്ത് ഉപയോഗിക്കും. നിങ്ങളൊരു സാധാ വീട്ടമ്മയായിരിക്കും ഇത് കേട്ടോണ്ടിരിക്കുന്നത്, ഒരു സാധാ കൃഷി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കാം, നിങ്ങളൊരു കുഞ്ഞു ജോലി ചെയ്തുകൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ ഒരു ഹൈ പ്രൊഫഷണൽ ജോലിയിലായിരിക്കാം. എവിടെയാണേലും ഈശോയോട് റെഡിയാന്ന് പറഞ്ഞാൽ നിങ്ങളെ എടുത്ത് ഉപയോഗിക്കുക. എന്തോരം ജീവിതങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സാധാരണ നടക്കുന്ന ആളുകളെ ഈശോയുടെ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർക്ക് വലിയ കഴിവുകൾ ഉണ്ടായിട്ടല്ല, വലിയ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിട്ടല്ല, അവർ കർത്താവിനോട് യെസ് പറഞ്ഞു, അവൈലബിൾ ആയിട്ട് നിന്നു. പരിശുദ്ധ അമ്മയെപ്പോലെ അമ്മ പറഞ്ഞു, ഇതാ ഞാൻ എടുത്തുപയോഗിക്കുകയാണ്. നമ്മളിപ്പോൾ 2026 ഇരുന്നു കൊണ്ടും ആ യെസ് പറഞ്ഞ ആളെക്കുറിച്ച്, അവൈലബിൾ ആയിരുന്ന ഒരാളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് കൊടുക്കുക, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുക. അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. നമ്മൾ ആയിരക്കണക്കിന് വചനങ്ങൾ കേട്ടു, എല്ലാ ശുശ്രൂഷകളും ഓൺലൈനിൽ വരുന്നത് കണ്ടു, അത് ഷെയർ ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതം അവിടെ അവസാനിക്കുന്നില്ല. ക്രിസ്തീയ ജീവിതം ഈശോയുടെ മുമ്പിൽ നമ്മൾ അവൈലബിൾ ആകുമ്പോൾ മാത്രമാണ് പൂർണ്ണതയിലെത്തുക. എൻ്റെ കർത്താവെ, ഞാൻ ഈ വചനമൊക്കെ കേട്ടു, ഈ ശുശ്രൂഷയുടെയൊക്കെ ഭാഗമായിട്ട് നിൽക്കുന്നു, ഞാനിതാ ഇതെല്ലാം കേട്ട് നിൻ്റെ ഇഷ്ടം നടത്താൻ വേണ്ടി ഞാൻ എൻ്റെ ജീവിതം തന്നെ സറണ്ടർ ചെയ്ത് തരിക എന്ന് പറയുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം അതിൻ്റെ ഏറ്റവും സൗന്ദര്യത്തിലേക്ക് എത്തുക. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പരിശുദ്ധ അമ്മയുടെ മാതൃക പിന്തുടർന്ന് ഒരു യെസ് പറയുക. ഞാൻ നിങ്ങളെ വൈദികരാക്കാനോ സിസ്റ്ററാക്കാനോ ഉള്ള വിളിയിലേക്കല്ല കേട്ടോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെയായാലും, ഒരു വൈദികനായാലും, സന്യസ്തയായാലും, കുടുംബജീവൻ നയിക്കുന്ന ആളാണേലും, ഏകസ്ഥ ജീവൻ നയിക്കുന്ന ആളാണേലും, കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റി തെളിയിക്കുന്ന അവിടെയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൈലബിൾ ആയിട്ട് നിൽക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ? കർത്താവ് ഇതിന് ശേഷം ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, ആര് എനിക്ക് വേണ്ടി പോകും, ആരെ ഞാൻ അയക്കും? യെശയ്യാ പറയുന്നുണ്ട്, ഇതാ ഞാൻ, എന്നെ അയച്ചാലും അവൈലബിൾ ആയിട്ട് നിൽക്കുകയാണ്.
കർത്താവ് ഇപ്പോഴും ഈ ശുശ്രൂഷ നമ്മളിത് പങ്കെടുക്കുന്ന സമയത്തും ഈശോ നോക്കുന്നുണ്ട്. ഈ പങ്കെടുക്കുന്നവരിൽ ആരെ ഞാൻ അയക്കും, ആരെനിക്ക് വേണ്ടി ജീവിക്കും, ആരെനിക്ക് വേണ്ടി പോകും. ഈ ടോക്ക് ഇവിടെ അവസാനിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ടോക്കിൽ നിന്ന് കഴിയുമ്പോൾ, അവസാനിക്കുമ്പോൾ ഈശോയോട് ഇത് കണ്ണടച്ച് പറയണം, കർത്താവേ, ഇതാ ഞാൻ ഈ ഹോസ്റ്റലിൽ, ഈ കോളേജിൽ, ഈ വീട്ടിൽ, ഈ രാജ്യത്ത്, ഇതാ ഞാൻ, എന്നെ അയച്ചാലും എന്നെ അങ്ങയുടെ ഒരു ഉപകരണമാക്കി, എന്നെ അങ്ങയുടെ ഒരു സുവിശേഷമാക്കി അങ്ങ് മാറ്റണോ എന്ന് പറഞ്ഞ് അവൈലബിൾ ആകുക, സറണ്ടർ ആവുക. കർത്താവ് അനുഗ്രഹിക്കും. സുവിശേഷത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് പോലെ മത്തായി 4:18 മുതലുള്ള വാക്യങ്ങളൊക്കെ വായിക്കുന്നില്ലേ? ശിഷ്യന്മാരെ ഇങ്ങനെ ഈശോ പറഞ്ഞു, എന്നെ അനുഗമിക്ക്, കം വിത്ത് മീ. അവരെല്ലാം ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിച്ചു എന്ന് പറഞ്ഞ്. നമുക്ക് ഈശോയെ അനുഗമിക്കാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്ന എല്ലാം ഉപേക്ഷിച്ചാൽ തന്നെ ദൈവവിളി ആരംഭിച്ചു. പലപ്പോഴും സംശയം വരും, ദൈവവിളി ഉണ്ടോ, കർത്താവ് എന്നെ ഇതിനുവേണ്ടിയൊക്കെ ഏൽപ്പിച്ചോ? ആദ്യം എന്നാ ചെയ്യേണ്ടതെന്നറിയോ? കർത്താവിനെ അന്വേഷിക്കുന്നതിൽ നിന്നും ഈശോയുടെ പിന്നാലെ പോകുന്നതിൽ നിന്നും നിന്നെ തടസ്സപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിക്കുക. ദൈവവിളി അവിടെ ആരംഭിക്കും. അവിടെ കർത്താവ് തെളിയിച്ചു തരും. എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് ദൈവവിളിയെക്കുറിച്ച് കർത്താവ് എന്നെ വിളിച്ചിട്ടുണ്ടോ, എന്നെ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ്: ഈശോയെ അനുഗമിക്കുന്നതിൽ നിന്ന് നിന്നെ തടസ്സപ്പെടുത്തുന്ന എന്തോ ഒരു വള്ളി, എന്തോ ഒരു വള്ളം, എന്തോ ഒരു വല, എന്തോ ഒരു വ്യക്തി, അവരെ അങ്ങ് വിട്ടുകളയുക. കർത്താവ് വിളി തെളിയിച്ചു തരും. കർത്താവ് അനുഗ്രഹമാക്കി മാറ്റട്ടെ. അമ്മമാതാവ് നിങ്ങൾക്ക് വേണ്ടി ഈശോയോട് എപ്പോഴും സംസാരിക്കട്ടെ. ശാന്തമായിട്ട് നിന്ന് കിടന്നുറങ്ങുക. അനുഗ്രഹത്തിൻ്റെ ഒരു രാത്രി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. നാളെ പകൽ വലിയൊരു അഭിഷേകമായിട്ട് മാറട്ടെ. പെന്തക്കോസ്താ തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ നേരുകയാണ്. പരിശുദ്ധ അമ്മയുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലും അളവില്ലാതെ അധികമായി ജ്വലിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.